അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ് ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കപ്പ് പെർമിസിലി അല്ലെങ്കിൽ സേമിയ അതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. ഓവർ ഫ്രൈ ഒന്നും ആയി പോകരുത്. അതുപോലെ കളർ ചേഞ്ച് ആവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിട്ടുള്ള സേമിയയുടെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഉപ്മാവ് ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക, ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതൊന്ന് ചൂടാറി കിട്ടട്ടെ. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇതേ തവ തന്നെ വീണ്ടും അടുപ്പിലോട്ട് തന്നെ ഞാൻ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. ഒരുപാട് തീ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കരുത്. ചിലപ്പോൾ കത്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ആ തവയിലിട്ട് തന്നെ ഞാനൊരു 2-3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത്. കടുക് ഒന്ന് പൊട്ടി കിട്ടണവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു 2 വറ്റൽമുളക് ഒന്ന് കീറി ഇടുവാണ് കേട്ടോ. അതൊന്ന് ബ്ലാക്ക് കളർ ആവണേക്കായി മുമ്പ് തന്നെ കരിവേപ്പില ഒന്ന് ഇട്ട് കൊടുത്തു. ഒരു തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിനകത്തേക്ക് ഒരു 5 ചുവന്നുള്ളി കുരുകുരുന്ന് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടണവരെ നമുക്കിതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം കേട്ടോ. അടി പിടിച്ച് പോകരുത്. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഒന്ന് വാടി കിട്ടിയാൽ മതി. ഡയറ്റിൻ്റെ ഭാഗമായപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു ഉപ്പുമാവ് കണ്ടുപിടിച്ച് ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയത്. നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു എനിക്ക് ഈ ഒരു സമയത്ത്. വിശപ്പ് നമുക്ക് അറിയാനേ പറ്റത്തില്ല. ഇത് കുറച്ച് കഴിച്ചാൽ തന്നെ നന്നായിട്ട് വയറ് നിറഞ്ഞോണ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തിട്ട് ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 മുറി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതാണ് കേട്ടോ. ക്യൂബായിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി. ഒരുപാട് ചെറുതാവണം എന്നില്ല. ചെറുതായിട്ടൊരു ചെറിയ കനത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞ് ഇതുപോലെ വന്നിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. ആ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടണം. ആ ക്യാരറ്റിൻ്റെ ഒരു പച്ചക്കുത്തുണ്ട്, അതൊന്ന് പോയി കിട്ടണ വരെ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഒരു 2 പച്ചമുളകൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ ചേർത്ത് ഇളക്കി കൊടുക്കുവാണേ. ജസ്റ്റ് ഒരു എരിവിന് വേണ്ടിയിട്ടാണ്. ഈ കൊല്ലമുളകും അതുപോലെ പച്ചമുളകും മാത്രമാണ് നമ്മൾ എരിവിന് വേണ്ടി ഒന്ന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എരിവ് ഇഷ്ടമല്ലെങ്കിൽ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പച്ചമുളക് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു തുണ്ട് ഇഞ്ചിയാണ് കേട്ടോ. അത് കുരുകുരുന്ന് നുറുക്കിയതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയുടെ പേസ്റ്റാണ് ഉള്ളതെങ്കിൽ അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഇഞ്ചിയൊക്കെ വളരെ നല്ലതാണ്. വയറിന് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇഞ്ചി ഇട്ടുള്ള ആഹാരങ്ങൾ നല്ലതാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്ക് നല്ലതാണേ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കത്തിപ്പോവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു നല്ലൊരു സുഗന്ധം വരും ഈ സമയത്ത് കേട്ടോ. നമുക്കിത് കഴിക്കാൻ തോന്നും എങ്ങനെയെങ്കിലും. ഇഞ്ചിയുടെ സ്മെല്ലും. എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ഇടണം കേട്ടോ. ഇഞ്ചി ഇടുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഞാൻ കൂടുതലും ഉണ്ടാക്കാറ് റവ ഉപ്പുമാവ്, അതുപോലെ തന്നെ പണ്ടൊരു ഉപ്പുമാവ് ഞാൻ നഴ്സറിയിൽ നിന്ന് കഴിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. കമ്പത്തിൻ്റെ ഉപ്പുമാവ് പൊടിയിട്ടും ആ പൊടി വെച്ചിട്ട് ഉപ്പുമാവ്. പക്ഷെ ഇവിടെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ച് നോക്കി കമ്പത്തിൻ്റെ ആ ഒരു പൊടിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇതുവരെയായിട്ടും എനിക്ക് ആ ഒരു പൊടി കിട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ യുഎയിൽ ഏതെങ്കിലും മില്ലിലൊക്കെ അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ സേമിയ ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ കുറച്ച് മേളിലോട്ട് നിൽക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അതേ അളവിൽ വെള്ളം ചേർത്തു. പിന്നെ അതിൻ്റെ പകുതി, അതായത് 1/2 കപ്പ്, ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് അതൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കണം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പ് കുറവാണോ കൂടുതലാണോ എന്നൊക്കെ നമ്മളൊന്ന് ഈ സമയത്ത് നോക്കണം. ഉപ്പുമാവൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഉപ്പിടാവുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം ഇപ്പം തന്നെ ഉപ്പ് കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഒന്ന് 5 മിനിറ്റിന് ശേഷം ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു നിമിഷം പോലും പാഴാക്കി കളയാതെ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. കാര്യം ഇത് മാഗി പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും ഈ ഒരു വെർമിസെല്ലി എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ. അപ്പം നമ്മൾ വെള്ളം കുറഞ്ഞും പോകാൻ പാടില്ല. വെള്ളം ഇച്ചിരി കൂടിപ്പോയാലും വറ്റിച്ചെടുക്കാം. പക്ഷെ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് വേവത്തില്ല കേട്ടോ. പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാനും കഴിയത്തില്ല.
അപ്പം നന്നായിട്ടൊന്ന് അടച്ചു പൊത്തി തട്ടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇളക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് മൂടി വെച്ചാണ് ഇതൊന്ന് വേവിച്ചെടുത്തത്. സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ കുറച്ചൊരു 5 മിനിറ്റ് ഉണ്ടാവും ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പത്തേനും ഞാൻ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടോ. ഒന്നൊന്നും തൊടാണ്ട് വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാണ് എനിക്ക് വേണ്ടത്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ വേവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആദ്യമേ ചേർത്ത് കൊടുക്കണമായിരുന്നു. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത്തിരി കുഴഞ്ഞാലും അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ. അതിനുശേഷം ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. ഇപ്പോൾ വെർമിസെല്ലി ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് തേങ്ങ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഞാൻ തേങ്ങ ഇടുന്നതിന് മുമ്പുള്ള ഉപ്പുമാവാണ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അതാണ് ഞാൻ എടുത്ത് കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടോ. ഇതിപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ച തേങ്ങ ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഈ കട്ടയായിട്ടുള്ള തേങ്ങ ഒന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. വെർമിസെല്ലി ഉപ്പുമാവ് പൊതുവേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കഴിക്കുന്നത്. ഇപ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടമായി. ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിട്ടോ. ഞാൻ വിചാരിച്ചിട്ട് ഇത്രയും നന്നാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ നല്ലൊരു ഫുഡാണ് കേട്ടോ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. അതുപോലെ ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിലേക്കോ ഒക്കെ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഒരു മടുപ്പും നമുക്ക് തോന്നത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഡയറ്റ് നോക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ടൊരു പ്രചോദനം ആവത്തുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞു മോളെ ഇട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.